ഇന്ന് കുറച്ച് ചെമ്മീനും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ ഇത് നന്നാക്കാനാണ് പാടുപെടുക അല്ലേ. അങ്ങനെ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അത് അത്രേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അത് കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനത് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. എന്റെ ചിഞ്ചുമോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെമ്മീനോട് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും. അപ്പൊ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് കുറെ ദിവസമായിരുന്നു പറയുന്നത്. അപ്പൊ ഇന്ന് അതാക്കി കൊടുക്കാന്ന് വിചാരിച്ചത്. ക്ലീൻ ചെയ്യാൻ ഞാൻ ഓളയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെമ്മീനൊക്കെ ഇതാ ഞാൻ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നെയ്ച്ചോറാക്കിയിട്ട് വെക്കാണ് കേട്ടോ. നമുക്ക് ബിരിയാണിക്ക് ദം ചെയ്തെടുക്കാൻ തിളപ്പിച്ചുറ്റിയാലും മതി, ഇതേപോലെ ഉണ്ടാക്കിയാലും മതി. അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അരിയും കഴുകിയൊക്കെ ഇട്ട് കൊടുത്തു. അരി ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു കുക്കറിൽ ഒരു 1.5 കിലോ നെയ്ച്ചോറൊക്കെ വെക്കട്ടോ. ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ച കുക്കറാണ്, 5 ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ. അങ്ങനെ കുക്കർ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഷറൊക്കെ പോകുമ്പോൾ തന്നെ ഇതാ മസാലയും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, സവാള ഇട്ട് വഴറ്റിയെടുത്തു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. മസാലപ്പൊടികളായിട്ട് ചേർത്തത് കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും അതേപോലെ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചതുമാണ് കേട്ടോ ചേർത്തത്. പിന്നെ തൈര് ചേർത്ത് കൊടുത്തു, അതേപോലെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളെ ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ മസാല സെറ്റായി. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേന് ചോറും ആയിട്ടുണ്ടേന്. അപ്പോൾ ഇതാനി ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ കുക്കർക്ക് ഇതുപോലെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 1.5 ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എൻ്റെ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കണ്ട. പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ലെയർ ആയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ റൈസ് നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചെടുക്കല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നെയ്യൊക്കെ അപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. അതേപോലെ ഇടയിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ആവി കയറ്റിയെടുക്കാൻ. അപ്പുറത്തെ അടുപ്പിൽ ചെറിയ കുക്കറിൽ വെച്ചത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെമ്മീൻ ബിരിയാണി പറ്റാത്ത 2 ആൾക്കാരുണ്ട്. അവർക്കാണ് ചെറിയ കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങളെ ചെമ്മീൻ ബിരിയാണി സൂപ്പറായിന് കേട്ടോ. പ്ലേറ്റിക്ക് ഞാൻ വിളമ്പിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് സാലഡ് ഇട്ട് കൊടുത്തു. ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോഴേ വേറെ ലെവലിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എപ്പോഴേലും ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ താങ്ക്